വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മലയാളം യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഒന്നായിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛൻ, അതായത് മലയാളം യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടാം. അതായത് PG 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ അപേക്ഷ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കേവലം മലയാളം കോഴ്സുകൾ മാത്രമാണെന്ന രീതിയിൽ അപേക്ഷ കൊടുക്കാത്തവരുണ്ട്. ശ്രദ്ധിക്കുക, മലയാളം യൂണിവേഴ്സിറ്റി ആണെങ്കിലും വിവിധ PG കോഴ്സുകൾ അപേക്ഷ വിളിക്കാറുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷ നടത്തുകയും ആ എൻട്രൻസ് പരീക്ഷയിൽ ക്വാളിഫൈഡ് ആകുന്ന വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് പ്രധാനപ്പെട്ട ഈ യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് മലയാളം യൂണിവേഴ്സിറ്റിയുടേത്. അപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതേപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആമുഖമായിട്ട് പരിചയപ്പെടാം. അതായത് വിവിധ മലയാളം സബ്ജക്റ്റിൽ വിവിധ സബ്ബായിട്ടുള്ള കോഴ്സുകൾ മലയാളം വിഭാഗത്തിൽ PG, അതായത് MA മലയാളം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ലിറ്ററേച്ചർ, അതേപോലെ MA ഫിലിം സ്റ്റഡീസ്, MA ക്രിയേറ്റീവ് റൈറ്റിംഗ്, MA മലയാളം കൾച്ചറൽ, അതായത് മലയാളത്തിൽ തന്നെ വിവിധ സബ്ജക്റ്റുകൾ. ഇനി അതേപോലെ തന്നെ MA ജേർണലിസം, അതേപോലെ തന്നെ MA എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഇൻ ലോക്കൽ ഡെവലപ്മെൻറ്റ്, MA സോഷ്യോളജി, MA ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള വിവിധ PG കോഴ്സുകളിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ, അതായത് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കുക, മലയാളം യൂണിവേഴ്സിറ്റി .edu, അതായത് edu.in ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹോം, ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് നിങ്ങൾക്കിവിടെ സ്റ്റുഡൻറ്റ് സോണിൽ അവിടെ നിങ്ങൾ PG അഡ്മിഷൻ 2024 എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് PG അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ ഫോർ ഫീ പേയ്മെൻറ്റ് ക്ലിക്ക് ഹിയർ, ഹൗ ടു അപ്ലൈ, ഇത്തരത്തിൽ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ MA സോഷ്യോളജി അല്ലെങ്കിൽ MA ഹിസ്റ്ററി അല്ലെങ്കിൽ MA ജേർണലിസം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡി അല്ലെങ്കിൽ മലയാളം വിവിധ ലിറ്ററേച്ചർ കൾച്ചർ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോഴ്സുകളൊന്നും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ക്രൈറ്റീരിയ കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ഓരോ സീറ്റിലും പരമാവധി 20 പേർക്കാണ് പ്രവേശനം നൽകുക. അപ്പോൾ ഓരോ സീറ്റിലും 20 സീറ്റാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ എൻട്രൻസ് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് മെയ് 20 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ ഓരോ പ്രോഗ്രാമിനും വിദ്യാർത്ഥികൾ 450 രൂപയാണ് നിങ്ങൾ ഫീസായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. ഇനി അതേപോലെ SC/ST വിഭാഗത്തിലാണെങ്കിൽ 225 രൂപയാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം മാത്രം, ഞാനിവിടെ എല്ലാം വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷാ ഫോമിലോട്ട് പോവുക. അപ്പോൾ അതേപോലെ പേയ്മെൻറ്റ് നിങ്ങൾ ആദ്യം, അതായത് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് പേയ്മെൻറ്റ് നിങ്ങൾ അടക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ വിഭാഗത്തിൽ 450, അതുപോലെ SC/ST വിഭാഗമാണെങ്കിൽ അവിടെ കാണിച്ചിട്ടുള്ള ഫീസ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏത് പേയ്മെൻറ്റ് കാറ്റഗറി വേണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഫീ, ലൈബ്രറി ഫൈൻ, ലൈബ്രറി മെമ്പർ. അപ്പോൾ ഇവിടെ ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ നിങ്ങൾ, അതായത് നേരത്തെ കാണിച്ച 450, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ആ കാറ്റഗറിയുള്ള എമൗണ്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാക്കുക. അവിടെ ഇമെയിൽ, അതേപോലെ കോഴ്സ് ഏതാണ് കോഴ്സ്, അതേപോലെ തന്നെ അഡീഷണലായിട്ട് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഫീ കൂടെ അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എത്രയാണ് എമൗണ്ട്, നിങ്ങൾ ഒരു കോഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ 450, ജസ്റ്റ് SC/ST ആണെങ്കിൽ 220, ആ ഒരു എമൗണ്ട് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക, കംപ്ലീറ്റ് ആക്കുക. അതേപോലെ പേയ്മെൻറ്റിൻ്റെ ആ ഒരു PDF നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക.
ശേഷം അതായത് പേയ്മെൻറ്റ് ഫില്ലാക്കിയതിന് ശേഷം നിങ്ങൾ ഹൗ ടു അപ്ലൈ എന്നുള്ള 4ാമത്തെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഫോർമാറ്റ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുക. അതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്നതിന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ബാങ്കിലും പേയ്മെൻറ്റ് അടക്കുവാൻ സാധിക്കും ഈ ഒരു അഡ്രസ്സിൽ. ഇനി ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം ഫോർ ഫീ പേയ്മെൻറ്റ് അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം 2ാമത്തെ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷകൻ്റെ ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ സാധാരണ രീതിയിലുള്ള അതായത് മാക്സിമം ശ്രദ്ധിക്കുക മാക്സിമം 1 MB അതേപോലെ ഹൈറ്റ് 200 അതേപോലെ 150 ഹൈറ്റ് വിഡ്ത്തിലുള്ള ഒരു നോർമലായിട്ടുള്ളൊരു ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 മാസത്തിലുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപേക്ഷൻ്റെ പേര് മലയാളത്തിൽ അതേപോലെ അപേക്ഷൻ്റെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം മലയാളത്തിലാണ്, കാരണം മലയാളം യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ട് മലയാളത്തിലാണ് നിങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ജനന തീയതി അതേപോലെ അപേക്ഷിക്കുന്ന പ്രോഗ്രാം ഏതാണോ അതിൽ നിങ്ങൾക്ക് അതായത് മാക്സിമം 3 പ്രോഗ്രാം വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ പ്രോഗ്രാമിന് അഡീഷണൽ ആയിട്ട് എമൗണ്ട് നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റിൽ നിങ്ങൾ അടക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം അഡീഷണൽ ആയിട്ട് നിങ്ങൾ അടക്കണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു 3 എത്രയാണോ നിങ്ങൾ അടച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താക്കാം 3 വരെ നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പരീക്ഷാ കേന്ദ്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ മേൽവിലാസം അതേപോലെ ജില്ല സംസ്ഥാനം പിൻകോഡ് ഇമെയിൽ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് റിലീജിയൻ ജാതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ SLC ബുക്കിൽ അതേ രീതി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് മാത്രം. അതേപോലെ അപേക്ഷകൻ ഏത് വിഭാഗത്തിൽ പെടുന്നു, ജനറലാണ് ജനറൽ, പട്ടികയാണ് പട്ടികജാതി പട്ടികവർഗം. അപ്പോൾ നിങ്ങൾ ഏതാണ് ഇനി OBC ആണ് OBC ആ രീതിയിൽ നിങ്ങൾ എന്താക്കുക ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സംവരണ വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിനലാണ്. അപ്പോൾ അതായത് OBC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതിന് അല്ലാത്തവർ അല്ല എന്ന് കൊടുക്കുക. ഇനി പഠിച്ച ബിരുദ കോഴ്സ് നിങ്ങൾ ഡിഗ്രി ഏതാണ് സബ്ജക്റ്റ് അത് പഠിച്ചത് അത് കൊടുക്കുക. അതേപോലെ ഡിഗ്രിയുടെ വിഷയം പഠിച്ച സ്ഥാപനം യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പരീക്ഷാഫലം പ്രതീക്ഷ അത് നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ അതായത് ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളും അതേപോലെ PG അഡ്മിഷന് ഈ രീതിയിൽ നിങ്ങൾ എൻട്രൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഡിഗ്രി ഫൈനൽ സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നതിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലെ വിദ്യാർത്ഥിന് പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്ന ആറ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ബിരുദ പരീക്ഷയുടെ മാർക്ക് റിസൾട്ട് വന്നവർ അവിടെ ജസ്റ്റ് എൻട്രി ചെയ്യുക, എത്രയാണ് ശതമാനം അത് കൊടുക്കുക. ഇനി അപേക്ഷാ ഫീസ് സർവകലാശാല അക്കൗണ്ടിലേക്ക് ഒടുക്കിയ വിശദാംശം. അപ്പോൾ അപേക്ഷാ ഫീസ് അടച്ച ബാങ്കിൻ്റെ പേര്, അപ്പോൾ നിങ്ങളുടെ നേരത്തെ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ച ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് കിട്ടിയ ജേണൽ നമ്പർ അതേപോലെ തന്നെ അടച്ച തുക ഇവിടെ ജസ്റ്റ് ടൈപ്പ്, അതായത് മാൻഡേറ്ററി ആയിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജേണൽ നമ്പറും അടച്ച തുകയും നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷാ ഫീസ് ശാല അക്കൗണ്ടിലേക്ക് പണം അടച്ച് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന, അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ലഭിച്ച ആ ഒരു പ്രിൻ്റ് നിങ്ങൾ എന്താക്കുക ഇവിടെ ജസ്റ്റ് ഫയൽ നിങ്ങൾ PDF ആയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്താക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അപേക്ഷകൻ്റെ ഒപ്പം നിങ്ങൾ എന്താക്കുക ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് സൈസ് ശ്രദ്ധിക്കുക, മാക്സിമം 200 പിക്സ്, അതായത് മാക്സിമം അതായത് ഇതിൻ്റെ സൈസ് പറയുന്നില്ല. അപ്പോൾ മാക്സിമം ഒരു നോർമലായിട്ടുള്ള ഒരു സൈസിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അപേക്ഷ ഫീസ് അടച്ച ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളിവിടെ അയക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ അപേക്ഷ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷയുടെ ഡേറ്റ്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഒരു ഒഫീഷ്യൽ പേജിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അതായത് ഡിഗ്രി PG B.Ed അതേപോലെ തന്നെ TTC ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി ഈ ഒരു ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.